ബേസിക്കലി ഇപ്പം ഈ കോൺഫ്ലിക്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പം സീസ് ഫയർ ആയിട്ട് 73 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇപ്പം ഇങ്ങനൊരു കോൺഫ്ലിക്റ്റോ കലാപമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഒരു അഡ്വൈസറി ഉണ്ട് മീഡിയയ്ക്ക്. കാരണം വാറാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലി, ഇതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള സംഭവങ്ങളും ഈ പറയുന്ന അഡ്വൈസറി ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഏജൻസി, അതായത് അസോസിയേറ്റഡ് പ്രസ്, അത് റോയിറ്റേഴ്സ്, പിന്നെ ജർമ്മനിയുടെ, ഫ്രാൻസിൻ്റെ പല ഏജൻസികളുണ്ട്. ഇവരെല്ലാം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈ പറഞ്ഞ ഞാൻ ഈ സാധനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഈ വിവാഹത്തിൻ്റെ അന്ന് കോവിഡ് പിടിച്ച അവസ്ഥയാണ് നമ്മുടെ മാത്യു സാമുവലിൻ്റെത്. എന്തെല്ലാം തെള്ളേണ്ട സമയമാണ്. ഒറ്റ സംസാരത്തിൽ ആളിൻ്റെ എല്ലാം തൂഫാനാക്കി കളഞ്ഞു. ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബേസിക് എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഒരു കള്ളനാണ്, പരമകള്ളൻ. അദ്ദേഹത്തെ പുട്ടുകള്ളൻ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് പലരും അങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനോടുള്ള എന്തോ വ്യക്തിവൈരാഗ്യം കൊണ്ട് പലരും പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ ആയിരുന്നു പലരും വിചാരിച്ചത്. യാഥാർത്ഥ്യമാണ്, അദ്ദേഹം പരമ കള്ളനാണ്. ഈ ദേശവിരുദ്ധനെ, കേരളക്കാരാണ് ദേശവിരുദ്ധനെ, ഇനി അവൻ ഫെറാൻ്റെ പുലിയും തേച്ച് വന്നാൽ എന്ത് ചെയ്യും, വീണ്ടും അവനെ എന്ത് ചെയ്യും, തലയെ കയറ്റും. അത് വേറെ വിഷയം. ഏതുമാകട്ടെ, ഏതായാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവനെ ദേശവിരുദ്ധനായി മുദ്ര കുത്തപ്പെട്ടെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.